നമസ്കാരം. എഞ്ചിനിലെ കംപ്രസർ തകരാറായി യാത്ര മുടങ്ങി വിഴിഞ്ഞം പുറംകടലിൽ തുടരുന്ന വിദേശ ചരക്ക് കപ്പലിന് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ തീരം വിട്ടുപോകണമെന്ന കർശന നിർദ്ദേശം നൽകി കോസ്റ്റ് ഗാർഡ്. ചെന്നൈയിൽ നിന്ന് ദുബായ് തുറമുഖത്തേക്ക് പോകുകയായിരുന്ന MV സിറ എന്ന ബൾക്ക് കാരിയർ ചരക്ക് കപ്പലിനോടാണ് അടിയന്തരമായി തകരാർ പരിഹരിച്ച് ഇന്ത്യൻ തീരം വിടാൻ കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കപ്പൽ ഇവിടെ തുടരുകയാണ്. കപ്പൽ ദിവസങ്ങളായി ഇവിടെ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷനിൽ നിന്ന് C-441 എന്ന കപ്പലെത്തി പരിശോധന നടത്തിയിരുന്നു. എഞ്ചിനിലെ കംപ്രസർ തകരാറിലായതാണ് കപ്പൽ പുറപ്പെടുന്നതിന് തടസ്സമായതെന്ന് ക്യാപ്റ്റനും ഈജിപ്ഷ്യൻ സ്വദേശിയായ അൻവർ ഗാമൽ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. രാജ്യത്തിന്റെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കപ്പൽ പുറം കടലിൽ തുടരുന്നതിനാലാണ് കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരെത്തി കപ്പലിനുള്ളിൽ പരിശോധന നടത്തിയത്. ഇന്ത്യക്കാരടക്കം 26 ജീവനക്കാരാണ് കപ്പലിലുള്ളതെന്നും ക്യാപ്റ്റൻ അറിയിച്ചു. കേരള മാരിടൈം ബോർഡിന്റെ വിഴിഞ്ഞം അധികൃതരോട് കപ്പലിന്റെ യന്ത്ര തകരാർ പരിഹരിക്കുന്നതിന് സഹായം തേടിയിരുന്നു. എന്നാൽ തീരുമാനമായിരുന്നില്ല. സ്പെയർ പാർട്സ് എത്തിക്കുന്നതിനുള്ള സഹായമാണ് ക്യാപ്റ്റൻ മാരിടൈം ബോർഡിനോട് ആവശ്യപ്പെട്ടത്. കസ്റ്റംസ്, ഇമിഗ്രേഷൻ അടക്കമുള്ള ഏജൻസികളുടെ നടപടികൾ പൂർത്തിയാക്കിയാലേ സ്പെയർ പാർട്സും എത്തിക്കാനാകൂ. ഇതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. രാജ്യത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് വെസ്റ്റ് ഇൻഡീസ് കേന്ദ്രമാക്കിയുള്ള കപ്പലിന് ഇവിടെ തുടരാനാവില്ല. അതുകൊണ്ട് തന്നെ തകരാർ പരിഹരിച്ച് അതിവേഗം ഇന്ത്യൻ തീരം വിടണമെന്നാണ് കോസ്റ്റ് ഗാർഡ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അകലെ പോകണമെന്നും നിർദ്ദേശവും നൽകി. കപ്പലിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനുള്ള കംപ്രസർ ശനിയാഴ്ച എത്തിച്ച് കപ്പൽ രാത്രിയോടെ പുറപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം.